എഡിജിപിയുടെ മൊഴിയെടുപ്പിൽ RSS കൂടിക്കാഴ്ച ചോദിച്ചില്ല. PV അൻവർ നൽകിയ പരാതി കേന്ദ്രീകരിച്ചായിരുന്നു മൊഴിയെടുപ്പ് എന്നും അൻവറിന്റെ പരാതിയിൽ RSS കൂടിക്കാഴ്ച ഉന്നയിക്കുന്നില്ല എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്ന ആക്ഷേപത്തിൽ മൊഴി രേഖപ്പെടുത്തി RSS കൂടിക്കാഴ്ചയിലടക്കം വീണ്ടും അജിത് കുമാറിന്റെ മൊഴിയെടുത്തേക്കും. PV അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളില്ലെന്നാണ് ADGP MR അജിത് കുമാർ മൊഴി നൽകിയത്. PV അൻവർ നൽകിയ പരാതിയേക്കാൾ ഉപരി സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുന്നത് ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരവും അതിന്മേൽ ഉയർന്ന പരാതിയുമാണ്. ഇക്കാര്യത്തിൽ ഏതു തരത്തിലുള്ള അന്വേഷണമാകും ഉണ്ടാവുക എന്നത് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി ഘടകകക്ഷി നേതാക്കൾക്ക് ഇക്കാര്യം അന്വേഷിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം PV അൻവറും DGPക്ക് ഇത് സംബന്ധിച്ച് രേഖാമൂലം കത്ത് നൽകി. അതേസമയം ആദ്യം നൽകിയ പരാതിയിൽ മൊഴിയെടുപ്പ് ആദ്യഘട്ടത്തിൽ പൂർത്തിയായിട്ടുണ്ട്. അജിത് കുമാറിന്റെ മൊഴിയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഇതിൽ അജിത് കുമാർ വ്യക്തമാക്കിയത് PV അൻവറിന് പിറകിൽ മാഫിയ സംഘങ്ങളുണ്ട്, സ്വർണ്ണക്കടത്ത് സംഘങ്ങളും തീവ്രവാദ ബന്ധമുള്ളവരും ഉണ്ട് എന്ന കാര്യമാണ്. തൊട്ടു പിന്നാലെ ഈ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ ശേഷം PV അൻവർ തന്നെ രേഖാമൂലം DGPക്ക് ചില കത്തുകൾ നൽകി. ഇതിൽ ഒന്ന്, തനിക്ക് വധഭീഷണിയുണ്ട്, കുടുംബത്തിന് പോലീസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നതായിരുന്നു. മറ്റൊന്ന്, ഈ RSS ബന്ധം, RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നതാണ്. നേരത്തെ തന്നെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതിയും നൽകിയിരുന്നു. വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ നൽകുകയും സർക്കാർ ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവധിയിലുള്ള വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുക. കവടിയാറിൽ MR അജിത് കുമാർ നിർമ്മിക്കുന്ന കൊട്ടാര സദൃശ്യമായ ഭവനം, അതിന് എവിടെ നിന്നാണ് സാമ്പത്തിക സ്രോതസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പത്തിക ഉറവിടം എവിടെ നിന്നാണ്, ADGPയുടെ മറ്റ് സ്വത്തുവകകൾ, ഇതേക്കുറിച്ചുള്ള അന്വേഷണം, അതോടൊപ്പം തന്നെ സസ്പെൻഷനിലായ SP സുജിത് ദാസിന്റെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നൽകിയ കത്തുകളിലും ഇക്കാര്യമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.